സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം കൂടുന്നു. കഴിഞ്ഞ ദിവസം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 49 പേർക്കാണ്. ഡെങ്കിപ്പനിക്ക് പുറമെ എലിപ്പനിയും ചിക്കൻ ബോക്സും വ്യാപകമാണ്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച പനി ബാധിച്ച് ചികിത്സ തേടിയത് 11,013 പേരാണ്. മലപ്പുറത്താണ് പനി ബാധിതർ കൂടുതൽ, 2,337 പേരാണ്. പാലക്കാട്, കോഴിക്കോടും 1000-ന് മുകളിൽ പ്രതിദിന പനി ബാധിതരുണ്ട്. ബുധനാഴ്ച വിവിധ ജില്ലകളിലായി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 49 പേർക്കാണ്. പാലക്കാട് 12, തിരുവനന്തപുരം 8, എറണാകുളം, മലപ്പുറം 6, കണ്ണൂർ, പത്തനംതിട്ട 4 എന്നിങ്ങനെയാണ് കണക്കുകൾ. എന്നാൽ ചികിത്സ തേടിയതിൽ 110 പേർക്ക് ഡെങ്കിപ്പനി സംശയമുണ്ട്. 23 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. തൃശൂർ 6, തിരുവനന്തപുരം 5, കോട്ടയം 4, പത്തനംതിട്ട, എറണാകുളം 2, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്ക് വീതവും എലിപ്പനി സ്ഥിരീകരിച്ചു. ചികിത്സ തേടിയതിൽ 20 പേർക്ക് എലിപ്പനിയെന്ന് സംശയിക്കുന്നു. 81 പേർക്ക് ചിക്കൻ ബോക്സും 19 പേർക്ക് മുണ്ടിനീരും 4 മലേറിയ കേസുകളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം പനികൾ തന്നെ പല പേരുകളിലായതിനാൽ രക്ഷിതാക്കളും വലിയ ആശങ്കയിലാണ്. പകർച്ചപ്പനികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ അനിവാര്യമാണെന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നു. കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ, MMR, HPV വാക്സിനുകൾ അനിവാര്യമാണെന്നും ഡോക്ടർമാർ പറയുന്നു. സർക്കാർ സംവിധാനത്തിൽ നിലവിൽ ലഭ്യമല്ലെങ്കിലും അടിയന്തരമായി സർക്കാർ നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ ഈ വാക്സിനുകൾ ഉൾപ്പെടുത്തണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.